ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര കാലിക്കറ്റ് ഗപ്പീസിക്കാണ്. ഒരു ടെറസിൻ്റെ മുകളിൽ ഗപ്പി ഫാം നമ്മൾ കുറച്ച് കാലം മുന്നേ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഗപ്പികളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. 10-20 വെറൈറ്റി ഗപ്പികൾ നമ്മൾ ഈ ഒരു ഫാമിലുണ്ട്. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കാലിക്കറ്റ് ഗപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. പേരൊന്ന് പറഞ്ഞോ. പേര് അഷ്ഹദ് എന്നാണ്. കറക്റ്റ് സ്ഥലപ്പത് കറക്റ്റ് രാമനാട്ടുകരയാണ്. രാമനാട്ടുകര ജസ്റ്റ് ഒരു 8 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. എത്ര വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്? നമുക്ക് കൊടുക്കാൻ 10-20 വെറൈറ്റി ഉണ്ടാവും. അന്നത്തെ നമുക്ക് ചെയ്തത് 15 വെറൈറ്റി. അപ്പോൾ 20 വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ഇപ്പോൾ അത്? ഒരു വർഷത്തിന്റെ അടുത്തായി. അപ്പോൾ ഓരോ ദിവസങ്ങൾ കൂടുന്നവരും ഗപ്പികളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ 20 കഴിഞ്ഞ് പിന്നെ ഒരു 30 ആവും അല്ലേ? അപ്പോൾ ടെറസിന്റെ മുകളിലാണ് നമ്മളത് മെയിനായിട്ട് ടെറസിന്റെ മുകളിൽ ചെയ്യുന്നത്. അപ്പോൾ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗപ്പികളെന്ന് നോക്കാം. ടെറസിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു ഗപ്പി ഫാം ഉള്ളത്. അന്ന് വന്നപ്പോൾ കുറേ ബേസിനും പടുതാക്കുളങ്ങളിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഫുള്ള് ഫ്രിഡ്ജിൻ്റെ കേസ് ഇറക്കി. അപ്പോൾ ഇതിൽ തന്നെയാണ് ഗപ്പികളെ കുഞ്ഞുങ്ങളും വലിയതൊക്കെ ഈ ഒരു സെക്ഷൻ തന്നെ വളർത്തുന്നത്. പിന്നെ സ്ഥലം വളരെയധികം സ്ഥലം കുറവുള്ളവർക്ക് ടെറസിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെത്തേഡാണത്. നല്ല അടുക്കും ചുറ്റോട് കൂടി ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റപ്പ്. അപ്പോൾ പിന്നെ നമുക്ക് മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഫ്രിഡ്ജ് കേസിലും ഇപ്പോൾ നമ്മൾ ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 20 വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആ 20 വെറൈറ്റി ഗപ്പികൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഫുള്ള് ഫ്രിഡ്ജ് കേസ് ആയില്ലേ? ഫ്രിഡ്ജ് കേസ് ആയില്ലേ? ഇപ്പൊ നല്ല ഭംഗിയായില്ലേ? അന്നത്തേക്കാൾ കുറച്ചൊരു ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല വൃത്തിയായില്ലേ? അപ്പോൾ ഇതിപ്പോ ടെറസിന്റെ മുകളായോണ്ടേ ഷീറ്റുകൾ വെച്ചിട്ടുണ്ടല്ലേ? ഷീറ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചു കെട്ടിയില്ലേ? അപ്പോൾ മഴവെള്ളം വീണല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഔട്ട്ഡോർ ആണ് അധികം ചെയ്യാറ്. നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവും. മേടിച്ചു കൊണ്ടുപോകുന്നവർക്ക് എളുപ്പമായി, ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കുറച്ച് ഗപ്പികളെ നോക്കല്ലോ ആദ്യം. നോക്കാം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഫുൾ ഡെഡ് ഫ്ലവർ ഡോർസറാണ്. കുറെ കളക്ഷൻ ഉണ്ടല്ലോ അതിന്. കുറെ ഉണ്ട്. ഇത് നല്ല സൈസ് ആയതല്ലേ? നല്ല സൈസ്. നമുക്ക് സെയിലിനുള്ള സൈസ് ആയത് ഇപ്പൊ ഇത് കാണുന്നത്. ഓക്കെ. ഫ്ലവർ ഡോർസലല്ലേ? ഫ്ലവർ ഡോർസ് വരുന്നത്. ഓക്കെ. നല്ല ലെങ്ത് വരും ടൈലില് മെയിലിന്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും മാർക്കറ്റിലൊക്കെ വരിക? 100-150 ആ റേഞ്ച് വരും അല്ലേ? ഇത് നമ്മളെ ഫുൾ ഗോൾഡ്. നമുക്ക് അതിന്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴാണ് ഗോൾഡ് നല്ല എടുത്ത് കാണിക്കുക അല്ലേ? പിന്നെ ഗ്രീൻ വാട്ടിലും നല്ല കാണിക്കുന്നതാണ്. പിന്നെ ചെറിയ ഇയറും അത് വരുന്നുണ്ട് അല്ലേ? ഇതെന്ത് വരും ഇപ്പോൾ? 100-150 റേഞ്ചാണ് വരുന്നത്. ഇത് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗണ്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് അല്ലേ? ഇയർ ആണെങ്കിലും ടെയിലാണെങ്കിലും ഒക്കെ സൂപ്പർ. നമുക്ക് ഈ സൈസുള്ളല്ലേ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ഈ സൈസുള്ള അവൈലബിൾ ആയിട്ടുള്ളത്. ഫീമെയിൽ നല്ല സൈസ് ആയിട്ടുള്ളത് അല്ലേ? ഇതെന്ത് വരും അപ്പോൾ? 130 റേഞ്ച്. ആ റേഞ്ചാണ് വരുന്നത്. അടുത്തത് നമ്മളെ പ്ലാറ്റിനം കോയി ഡംബോ. നല്ല രസല്ലേ? നല്ല ഭംഗിയുള്ള സംഭവം. ടോപ്പിയും ഒക്കെ സൈഡ് വ്യൂ ഒക്കെ അടിപൊളിയാണ്. നല്ല പോലെ ഡംബോ ഇറങ്ങും ചെയ്യും. നമ്മളെ പഴയ പ്ലാറ്റിനത്തിന്റെ ആ ഒരു ഇയറും കാണിക്കും. നല്ല പോലെ കാണിക്കും. ഇതിപ്പോ ഇങ്ങനെ കുറച്ച് റേഞ്ച് കൂടുതലാണ്. 200 ആ റേഞ്ചിലാണ് മാർക്കറ്റിലൊക്കെ വരിക. ഇത് ഇലക്ട്രിക് ബ്ലൂ ആണ്. എന്താ നല്ല സൈസ് ആയതല്ലേ? നല്ല സൈസാണ്. ഇത്ര ടൈല് വരുമോ? നല്ല ഇയറും കാണിക്കും. നല്ല ഭംഗിയുള്ള മീനാണ്. അതെ. നല്ല അടിപൊളി സംഭവം. അത് പഴയ കാലത്തുള്ളതേ. പഴയ ലൈനേജ് ആണ്. അതെ. നല്ല ബോഡി തിക്നെസ് വരും അല്ലേ? നല്ല വരും കാണിക്കുന്നതാണ്. ഇതൊക്കെ എന്ത് വരും മാർക്കറ്റിലൊക്കെ? 130 വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇലക്ട്രിക് ബ്ലൂ കണ്ടു. നമ്മൾ ഒരുപാട് കാലം മുന്നേ തരംഗമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ ഒരു ഫാമിലുണ്ട്. ഈ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബൾക്കായിട്ട്, അതായത് ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 10 പേരൊക്കെ ഓടിച്ചു വന്നാൽ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് 1000 പീസ് 2000 പീസൊക്കെ ചെയ്യണം ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഇലക്ട്രിക് ബ്ലൂ എടുത്ത് ചെയ്യാം.
നല്ല കാണാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും. ചെറിയ ഫീമെയിൽ ആദ്യത്തെ പ്രസവത്തിൽ ചിലപ്പോൾ 10 കുഞ്ഞുങ്ങളെ കിട്ടും. പിന്നീട് അത് 60-70 വരെ ഈ ഇലക്ട്രിക് ബ്ലൂവിൽ കിട്ടും. പിന്നെ അധികം അസുഖങ്ങൾ ഇതിന് വരുന്നില്ല. പിന്നെ ബ്രീഡിംഗ് ഏജിൻ്റെ ആവശ്യമില്ല, കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിക്കുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഇലക്ട്രിക് ബ്ലൂ. ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. പിന്നെ അതിന് വേറെ കളറോ ചേഞ്ചോ ഒന്നും വരുന്നില്ല. നല്ല ആ ഒരു എന്താണ് ആ കളർ, ആ കളർ തന്നെയാണ്. പിന്നെ മേല് നല്ല ബോഡി ഫിറ്റ്നസ്സും ഒക്കെ കിട്ടും. നല്ല ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഈ ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അധികം ആളുകളെ ഇപ്പോൾ ഇത് ഇലക്ട്രിക് ബ്ലൂ ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് ഇളമായിട്ട് മാത്രമേ ഫാമിൽ മാത്രമേ ഇപ്പോൾ ഇലക്ട്രിക് ബ്ലൂ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫാമിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ബ്രസീലിയൻ റെഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പഴയ മോഡലല്ലേ? ഓ, എനിക്ക് പഴയ മോഡലിനെ നല്ല ഭംഗിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. പക്ക സ്റ്റേബിൾ ആയിട്ട് കിട്ടും അല്ലേ? വേറൊരു കളറും ഇറങ്ങില്ല. ഓക്കെ, ചുരുണ്ട് വരും അതിൻ്റെ ടൈല് മെയിലിൻ്റെ വരും. ഇത് എന്താ വരും മാർക്കറ്റിലൊക്കെ? മാർക്കറ്റിൽ 100-130 ആ റേഞ്ച് വരുന്നുള്ളൂ. നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ആണ്. ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ. ഇത് നല്ല പെർഫെക്റ്റ് ആണല്ലേ? അടിപൊളി മീനാണ്. അതെ അതെ, നമുക്ക് കൂടുതലും സെയിലുള്ളത് ഈ ഒരു ഫിഷാണ്. ഈ ഒരു ഫിഷാണ് വരുന്നത് അല്ലേ? ഓ, വേറൊരു കളറിൽ ഇറങ്ങി എല്ലാം കൊണ്ടും മെച്ചമുള്ളത്. ഇതൊക്കെ ഇങ്ങനെ വരുമോ? 130 റേഞ്ച്. അടുത്തത് നമ്മളെ റെഡ് ഇയർ കോയിയാണ്. റെഡ് ഇയർ കോയി. നമ്മളിപ്പോൾ ഈ ടാങ്കിൽ കാണുന്ന അതിന്റെ ബ്രൂഡാണ് അല്ലേ? ബ്രൂഡാണ്. ഓ, ബ്രൂഡന്നെ എന്താ ഇപ്പൊ സൈസ് അല്ലേ? നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഓ, ഫുള്ള് റെഡ് കളർ കയറിയാണ്ട് വരും. ടോപ്പ് ഇയർ നന്നായിട്ട് വരും. ഇനി നമുക്ക് അതിന്റെ കൊടുക്കാനുള്ളത് കാണാം. ഈ ഗ്ലാസ് കാണിക്കാൻ കൊടുക്കാണ് അല്ലേ? ഓ, സംഭവം സൂപ്പറാണ്. അടിപൊളി സംഭവം. ഇതിപ്പോ എങ്ങനെ ഒരു മാർക്കറ്റൊക്കെ മാർക്കറ്റ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്ന ഒരു 300 റേഞ്ച് അതാണ് മാർക്കറ്റൊക്കെ വരും അല്ലേ? ഇത് നമ്മളെ യെല്ലോ ഗ്ലാസ് ബെല്ലി. ഓ, അടിപൊളിയാണല്ലോ അത്. അതിന്റെ ആ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കാണും അല്ലേ? ആ കണ്ണ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കാണുന്നത്. അതെ അതെ. അതിന്റെ ടോപ്പി ആണെങ്കിൽ ഫീമെയിൽ നല്ല വയറ് ബൾജ് ചെയ്തിട്ടുണ്ടല്ലോ. ഓ, പ്രസവിക്കാനായതാവും അല്ലേ? ഓ, ഓക്കെ. ഒരു ബലൂൺ ടൈപ്പ് ആയിട്ട് വരുന്നത്. അടിപൊളി. ഇത് എങ്ങനെ വരും ഇപ്പോ? ഇത് നമുക്ക് 130 റേഞ്ച് അതാണ് വരുന്നത്. അടിപൊളി ടെയിലിന്റെ ആണ് മെയിൻ അല്ലേ? നമ്മളെ എമറാൾഡ് ഗ്രീൻ. ഒന്നും പറയാല്ല, അത്രയും പെർഫെക്റ്റ് സാധനം അത്. നല്ല മീനാണ്. അതെ അതെ, ടെയില് നല്ല വരും. അപ്പോൾ അതിൽ കാണിക്ക ജൂനിയർ സൈസ് ആണ് ഇപ്പോൾ ഗ്ലാസ്സിൽ കാണുന്നത് അല്ലേ? കാണുന്നത്. അപ്പോൾ അതെങ്ങനെ വരും? 100 റേഞ്ചിലാണ് വരുന്നത് അല്ലേ? ഇത് നമ്മളെ പ്ലാറ്റിനം റെഡ് വൈറ്റ് ഇയർ. ഓ, നല്ല രസമുണ്ടല്ലോ അത്. ആൽബിന അല്ലല്ലോ? ആൽബിനാണ്. ആൽബിന വരുന്നത്. സാധാ പ്ലാറ്റിനം റെഡിന്റെ ആൽബിന വരുന്നത്. ബ്ലൂ വൈറ്റ് ഇയർ ആയിട്ട് അല്ലേ? ടോപ്പിയും ഒക്കെ നല്ല അടിപൊളി സംഭവം അല്ലേ? ഇതിപ്പോ എങ്ങനെ വരും ഇപ്പോ? 130 അടുത്തത് നമ്മളെ ജപ്പാൻ ബ്ലൂ ആണ്. ഇതും ടൈലിന്റെ ആണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. ഗ്ലാസ് അക്വേറിയത്തിലേക്ക് ബെറ്റർ സംഭവം. ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ജൂനിയർ സൈസ് ആണ് അല്ലേ? അടിപൊളി സംഭവം. ടോപ്പി ഒക്കെ രസം അത് കാണാം. ഇതെങ്ങനെ വരും ഇപ്പോ? 100 റേഞ്ച്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഗപ്പികളെ വളർത്തുന്ന രീതി എന്ന് പറയും? നമ്മൾ മെയിനായിട്ട് ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്തിട്ട് നെറ്റ് വെച്ചിട്ടാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. അതെ, അതാകുമ്പോൾ നമുക്ക് പണി കുറച്ച് കുറഞ്ഞിട്ടു. അതെ. ഓ, കുഞ്ഞുങ്ങളൊക്കെ പുറത്തോട്ട് വരും ചെയ്യും. അങ്ങനെയല്ലേ? കുഞ്ഞുങ്ങൾ ഇതിന്റെ കുഞ്ഞുങ്ങൾ അതിൽ ചെയ്തിട്ടുള്ളത് അത് നമ്മളെ ഇതിന്റെ കുഞ്ഞാണ്, റെഡ് ഫുൾ റെഡിന്റെ. ഓ, ഓക്കെ. അപ്പൊ നീ ഫ്രിഡ്ജ് കേസത്തിന് കുഞ്ഞുങ്ങളെ ഇപ്പൊ ചെയ്യുന്നല്ലേ? അപ്പൊ ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എന്താ ഫീഡ് ചെയ്യാം? ഇപ്പൊ മെയിനായിട്ട് ആർട്ടീമിയ കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫുഡ് തന്നെ കൊടുക്കണം അല്ലേ? ക്വാളിറ്റി ഫുഡ് തന്നെ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം കൊടുക്കും അപ്പൊ? കുഞ്ഞുങ്ങൾക്ക് 2 നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഓ, പിന്നെ എത്ര സൈസ് ആയാലും പിന്നെ ഇന്ന് മാറ്റാൻ തുടങ്ങാം? ഇത് ഫീമെയിലും മെയിലും അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിടും.
ചേഞ്ച് ആവുള്ളൂ. അങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ ഇപ്പോൾ കാണിക്കാനുള്ളത് ഇതിപ്പോൾ എൻ്റെ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് പ്ലാറ്റിനം കോയിൻ്റെ മെയിലുകൾ മാത്രമല്ലേ? മെയിൽ മാത്രം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫീമെയിലോട് ഇറക്കണേ? ഫീമെയിൽ ഇതാ അപ്പുറം. അതാണ് ഫീമെയിൽ അല്ലേ? ഫീമെയിൽ. അപ്പോൾ ഇത് എന്താണ് ഇത് മാറ്റിയിട്ടത് എങ്ങനെ? അതാകുമ്പോൾ നമുക്ക് കളറും ക്വാളിറ്റിയും കറക്റ്റ് സൈസും കിട്ടും. ഇതെന്നാ ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ടൈം? മാറ്റിയിട്ടിട്ട് ഏകദേശം 2 ആഴ്ചയുടെ മേലായി. 2 ആഴ്ച മേലായി. അത് കൊടുക്കാനുള്ള സൈസിക്ക് എത്തിയിട്ടില്ല. ഏകദേശം ഇപ്പം കൊടുത്ത് തുടങ്ങുന്നുണ്ട്. വേണ്ടവർക്ക് എടുക്കാൻ പറ്റും. അപ്പുറത്ത് അതിൻ്റെ ഇത് ഫുൾ റെഡ് ആണ്. ഫുൾ റെഡിൻ്റെ ഫീമെയിൽ മാത്രം. ഫീമെയിൽ മാത്രം. അപ്പോൾ ഈ സമയത്തൊക്കെ ഏകദേശം അതിൻ്റെ വാലൊക്കെ വാലിന് കളർ എടുക്കണത് നമുക്ക് അറിയാൻ പറ്റും. അത് വാലിൻ്റെ കളർ വരുമ്പോഴേക്കും കളർ വരും. മാറ്റിയിടാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കുഞ്ഞുങ്ങളെ അല്ലേ? ഫംഗല് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അൽബിനോ പ്ലാറ്റിനം വൈറ്റ് അൽബിനോ വൈറ്റ്. അതിന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ പുറത്ത് നിൽക്കുന്നത്. അതെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ നെറ്റ് പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റിയിടും. ഒരാഴ്ച കഴിഞ്ഞാൽ മാറ്റുള്ളൂ. എന്താ ഒരാഴ്ച കഴിയാൻ വെയിറ്റ് ചെയ്യണം? എന്നാലും ഒന്ന് ഇങ്ങോട്ട് സെറ്റ് ആവുള്ളൂ. അതെ. സെറ്റ് ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാറ്റിയിടാം. ഒന്നുകൂടെ ഉഷാറായി വരണം അല്ലേ? ഉഷാറായി വരണം. എന്നിട്ട് പിന്നെ നെറ്റിലെടുത്ത് കോരിയിട്ട് വേറെ ടാങ്കിലേക്ക് മാറ്റും. അപ്പോൾ അതിന്റെ വെള്ളം എന്തായിരിക്കും? അപ്പോൾ വെള്ളം യൂസ് ചെയ്യണത്? വെള്ളം നമ്മൾ മുന്നേ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പിടിച്ചു വെച്ച സെറ്റ് ചെയ്താണ് ഈ ഒരു ഗപ്പി കുഞ്ഞുങ്ങളിലുള്ളത് അല്ലേ? ഓക്കെ. നമ്മളെ മെറ്റൽ റെഡ് റോസ് ടെയിൽ അല്ലേ? വലുതായി കഴിഞ്ഞാൽ ടെയിൽ ഇങ്ങനെ ചുരുണ്ട് ചെമ്പരത്തിമാര് വരും. അടിപൊളി. ഓക്കെ. ബ്ലാക്ക് ഐയിൽ സൂപ്പർ സാധനമാണത്. അടിപൊളിയായിട്ടുള്ളത്. നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും അല്ലേ? നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടും. ബൾക്കൊക്കെ ചെയ്യാൻ ബെറ്ററാണ്. എന്ത് വരും ഇപ്പോൾ അതൊക്കെ? 130. അടുത്ത് നമ്മളെ പ്ലാറ്റിനം റെഡ് അല്ലേ? അത് നല്ല ഫുള്ള് ഫില്ലായി വരുന്നതാണല്ലോ അല്ലേ? പ്ലാറ്റിനം കളർ ഫില്ലായി വരുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ കാണിക്കുന്നത് ജൂനിയർ സൈസ് ആണോ? അല്ല, അഡൾട്ട് സൈസ് ആയതല്ലേ? ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞ സൈസായി. അപ്പോൾ ഇതെങ്ങനെ റേഞ്ച്? 100 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇത് നമ്മളെ റെഡ് ലൈസ് ആണ്. റെഡ് ലൈസ്. ഓക്കെ. ബോഡിയിൽ പ്രിന്റും കാണിക്കും അല്ലേ? പ്രിന്റും കാണിക്കും. ലൈസ് ടെയിലാണ് അതിന്റെ വരുന്നത് അല്ലേ? നല്ല ലെങ്ത്തിൽ വരും. നല്ല ബോഡി ലെങ്ത്തിൽ, ബോഡിയിലേക്കാളും സൈസ് ആയിട്ട് വരും അതിന്റെ ടെയില്. ഓക്കെ. അപ്പോൾ അതെങ്ങനെ മാർക്കറ്റൊക്കെ വരുന്നതൊക്കെ? ഇത് 130 റേഞ്ചാണ്. ഇത് നമ്മളെ മിൽക്കി വൈറ്റ് ആണ്. മിൽക്കി വൈറ്റ്. ചെറുതാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ? ചെറുതായിട്ടുള്ളൂ. ആൽബിനോയിൽ വരുന്നതാണ്. ആൽബിനോ വരുന്നതാണ്. ഇതിപ്പോ എങ്ങനെ പറ്റൊക്കെ മാർക്കറ്റിലൊക്കെ വരുമ്പോ 130 റേഞ്ച് തന്നെയാണ് അല്ലേ? ഓക്കെ. ഇത് നമ്മളെ ചില്ലി മൊസൈക്ക്. ചെറിയ സൈസ് ആണ്. ചെറിയ സൈസ് ആണെങ്കിലും പ്ലാറ്റിനം കളറൊക്കെ ഫില്ലായി വന്നിട്ടുണ്ടല്ലേ? ഫില്ലായി വരുന്ന ഇയറും കാണിക്കുന്നുണ്ട്. നല്ലപോലെ കാണിക്കുന്നത്. പഴയ ലൈനാണ് ഇപ്പൊ അത്. അപ്പൊ അതെങ്ങനെ വരും? ഇത് 100 റേഞ്ച്. ആ റേഞ്ചിലാണ് വരുന്നത്. നമ്മളെ പ്ലാറ്റിനം റെഡ് തന്നെയാണ് ബിഗ് ഡംബോ വരുന്നത്. അതെ, അതിന്റെ വേറെ വെറൈറ്റി. അത് കുറച്ചുകൂടി ഡംബോ സൈസ് കൂടി വരും. ഇയർ നല്ലപോലെ ഡംബോ ആയിട്ട് കാണിക്കും. പുതിയ മോഡലാ അത്? പുതിയ മോഡലാണ്. അപ്പൊ അതെങ്ങനെ വരും മാർക്കറ്റിലൊക്കെ? അപ്പൊ 100 റേഞ്ച്. റേഞ്ചിൽ തന്നെ വരുന്നു. ഇപ്പൊ ഈ കാണുന്നത് നമ്മളെ ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് ആണ് അല്ലേ? ഇത് ചെറിയ സൈസ് ആണ് കാണുന്നത്. ചെറിയ സൈസ് ആണ്. ഇതിപ്പോ അവിടെ അത്യാവശ്യം കൊടുക്കാനുള്ളത് ഒരുപാടുണ്ടാവും അല്ലേ? പഴയ മോഡൽ ഫുൾ ബ്ലാക്ക് ആണത്? പഴയ മോഡലാണ്. അതെ. അപ്പൊ എങ്ങനെ വരും ഇതൊക്കെ? 100 റേഞ്ചിലേ വരുന്നുള്ളൂ. ഇത് നമ്മളെ ടെക്സിഡോക്കോയ് ഗ്ലാസ് ബെല്ലിയാണ്. ഗ്ലാസ് ബെല്ലി വെറൈറ്റി. നമ്മളെ യെല്ലോ ഗ്ലാസ് ബെല്ലിന്റെ മാതിരി അതിന്റെ അടുത്ത് ടെക്സിഡോക്കോയിന്റെ ഗ്ലാസ് ബെല്ലി അല്ലേ? സീത്രോ കോയി അതിന്റെ പേര് വരുന്നത്. ഇത് പുതിയ മോഡലാണ് ഈ ഗ്ലാസ് ബെല്ലി വരുന്നത്? അതെ. അപ്പൊ എങ്ങനെ വരും ഇതൊക്കെ? ഇത് നമുക്ക് 130 റേഞ്ചാണ്.
ഈ ഒരു ഫാമിൽ നിന്ന് ഗിവ് വേ കൊടുക്കുന്നുണ്ട്. ഗിവ് വേ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് നമ്മളെ ചാനലിലൂടെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെ പറയും. പിന്നെ ഈ ഒരു ഫാമിനും ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാനലുണ്ട്. അപ്പോൾ രണ്ടും കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഗിവ് വേ പറയുന്നത്. ഗിവ് വേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ ഗിവ് വേയുടെ പറ്റി പറയും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് വരുന്ന റൂട്ട് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് രാമനാട്ടുകര വഴി വരാം, പുളിക്കൽ വഴി വരാം. അവിടുന്ന് പുളിക്കലിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ ഐക്കരപ്പടി കൂടെ ടച്ച് ചെയ്ത് ഇങ്ങോട്ട് വരാം. ഓ, അപ്പോൾ ഇവിടെ എല്ലായ്പ്പോഴും ഉണ്ടാകും? അപ്പോൾ എല്ലായ്പ്പോഴും ഉണ്ടാവില്ല, ഞാൻ വേറെ വർക്കിലാണ്. അപ്പം വിളിച്ചാൽ മതി. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, എന്താ റിപ്ലൈ തരും. അപ്പോൾ ഞാനുള്ളപ്പം വന്നാൽ മതി. അപ്പോൾ എങ്ങനെയാണ് കൊറിയർ സർവീസ് ഒക്കെ? എങ്ങനെ? അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട്, എല്ലായിടത്തേക്കും കൊറിയർ ഉണ്ട്. കൊറിയർ അവൈലബിൾ ആണ്. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ വരികയാണെങ്കിൽ ഫോം വിളിച്ചിട്ട് വരാം. ഫോം വിളിച്ചിട്ട് വരാം. എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ. ആ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഈ ഗപ്പി ഫാം? അടിപൊളി 20 വെറൈറ്റി ഗപ്പികൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലൂടെ ഗിവ് വേ കൊടുക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയാണ് ഗിവ് വേ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടേക്ക് നേരിട്ട് വരുന്നവർ ഫോം വിളിച്ചിട്ട് വരിക. അദ്ദേഹത്തിന് വേറെ ജോലിയുണ്ട്. അപ്പോൾ ആ ജോലി തിരക്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആ സമയം കണ്ടെത്തിയിട്ടാണ് ഈ ഒരു ഗപ്പി ഫാം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ഇവിടുന്ന് കൊറിയറും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.